ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് മെഴുകുതിരി കത്തിച്ച് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പുനരധിവാസത്തിനും അതിജീവനത്തിനും പിന്തുണ അർപ്പിച്ച് ദൃഢപ്രതിജ്ഞയെടുത്തു. ചന്തപ്പുരയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, മണ്ഡലം പ്രസിഡന്റ് PV രമണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത്, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പള്ളി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KP സുനിൽകുമാർ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, സഫർ അലി ഖാൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുജ ജോയ്, രാഹുൽ ഗോപാലകൃഷ്ണൻ, സനിൽ സത്യൻ, ആനന്ദമേനോൻ, സുശീൽ കുമാർ, KP വിനോദ് കുമാർ, ബൈജു മനയത്ത്, ഗഫൂർ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു അനേകായി വീടുകൾ നഷ്ടപ്പെട്ടു. 400ഓളം ആളുകൾ മരിച്ചു. 100ഓളം വീടുകൾ പോയി. കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നമുക്കറിയാം, ആ ഒരു ദുരന്ത ഭൂമിയിൽ ആളുകൾക്ക് ആശ്വാസം എത്തിക്കാൻ നമുക്ക് നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതേപോലെ കോൺഗ്രസിൻ്റെ നേതാക്കളുമൊക്കെ അവിടെ സജീവമായി എത്തി ആശ്വാസം എത്തിച്ചു. പക്ഷെ അപ്പോഴും നമുക്ക് ഏറെ വേദനയുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ഒരു ആശ്വാസം, നമ്മുടെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിന് 3 പ്രാവശ്യം വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും അവിടെ നമ്മുടെ വയനാട്ടിൽ ആ ദുരന്ത ഭൂമിയിൽ ഒന്ന് എത്തി നോക്കാൻ ശ്രമിച്ചില്ല എന്നത് വളരെ ഖേദകരമായ വസ്തുതയാണ്. കോൺഗ്രസ്സുകാർ ഈ സമയത്ത് സ്മരിക്കുകയാണ്. ഏതായാലും നമുക്കതൊന്നുമല്ല. ഇന്നത്തെ ദിവസം നമ്മൾ സാന്ത്വനത്തിന് ദിനമായി, അനുശോചനത്തിനുമായി ആചരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ